ഫീനിക്സ് പക്ഷിയുടെ പ്രതിരൂപമാണ് വിനേഷ്. അവൾക്കറിയാം ഈ പ്രതിസന്ധികളെയെല്ലാം എങ്ങനെ അതിജീവിക്കണമെന്ന്. മെഡലില്ലെങ്കിലും ഇന്ന് അവൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കും സൂപ്പർ വുമണാണ്. ഹരിയാനയിലെ ബലാലി ഗ്രാമത്തിൽ ഒളിമ്പിക്സ് സ്വപ്നം കാണുന്നവർക്ക് ഫോഗട്ട് സഹോദരിമാർ എന്നും പ്രചോദനമാണ്. നിർഭാഗ്യം അയോഗ്യതയുടെ രൂപത്തിൽ എത്തിയ സമയം ഗ്രാമത്തിലാകെ നിശബ്ദത പടർന്നപ്പോഴും ആശ്വാസവാക്കുകളുടെ പ്രവാഹം ആ നാടിന് പ്രതീക്ഷ പകരുന്നുണ്ട്. അർജുന അവാർഡും മെഡലുകളും അടക്കം പൊരുതി നേടിയ നേട്ടങ്ങൾ ഓരോന്നും മനം മടുത്ത് വലിച്ചെറിയാൻ തുനിഞ്ഞ ഇടത്ത് നിന്ന് ഫിറ്റ്നസിൽ പോലും ആളുകൾ സംശയം പ്രകടിപ്പിച്ചിടത്ത് വിനേഷ് ഫൈനൽ വരെ നടത്തിയ മുന്നേറ്റം അത് അടയാളപ്പെടുത്തുന്നു. बहुत टाइम है बच्चे के लिए, ब्राइट फ्यूचर है, अभी आगे भी अपनी पूरी कोशिश करेगी और अगले नेक्स्ट ओलंपिक के लिए अभी से उनको तैयारी करनी पड़ेगी. നൂറുകണക്കിന് ചെറുപ്പക്കാർക്ക് അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയ മനുഷ്യനാണ് മഹാവീർ സിംഗ് ഫോഗട്ടും അദ്ദേഹത്തിൻ്റെ അഖാഡയും. ആ വലിയ മനുഷ്യൻ വളർത്തിയെടുത്ത വിനേഷും വിധിയുടെ ചതിയെ മറികടന്ന് പുഞ്ചിരിക്കും, മെഡൽ അടിച്ചിടും. आज देश 140 भारत करोड़ इतना गोल्ड मेडल डिमांड है और आगे जो है लेने के लिए और आगे जो है 2028 के लिए तैयारी करो. അപ്പോഴും ഭാരം കൂടിയതിൽ പരിശീലകനും സപ്പോർട്ട് സ്റ്റാഫിനും ഉത്തരവാദിത്തമുണ്ട്. കായിക മന്ത്രാലയവും ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷനും മറുപടി പറഞ്ഞേ തീരൂ, പ്രത്യേകിച്ചും വിനേഷ് മെഡൽ ഇടിച്ചിടുന്നതിന് അപ്രിയർ ഇന്ത്യയിൽ തന്നെയുള്ള സാഹചര്യത്തിൽ. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിനേഷ് ഫോഗട്ടിൻ്റെ ഗ്രാമമായ ബലാലിയിൽ നിന്ന് അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.